അസ്സലാമു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് മൂന്നാമത്തെ യൂണിറ്റായ തൻസീഖുൽ മുസ്തനിദാത്തിലെ രണ്ടാമത്തെ ഫസ്ലാണ് അൽ അൻമാത്ത് വ ജദ്വലുൽ മുഹ്തവിയാത്ത്. മൈക്രോസോഫ്റ്റ് വേർഡിലെ ഒരു മികച്ച ഒരു ടൂളാണ്. നമ്മൾ സുദീർഘമായ ഡോക്യുമെൻറ്റുകളൊക്കെ ചെയ്യുന്ന സമയത്ത് വലിയ റിപ്പോർട്ടുകളോ ഡിസർട്ടേഷനോ പ്രോജക്റ്റ് വർക്കുകളൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മളെ കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്ന രണ്ട് ടൂളുകളാണ് ഈ അൽ അൻമാത്ത് വ ജദ്വലുൽ മുഹ്തവിയാത്ത് എന്നുള്ളത്. സ്റ്റൈൽസ്, അതുപോലെ തന്നെ ടേബിൾ ഓഫ് കണ്ടൻറ്റ്. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് അതിൻ്റെ പ്രത്യേകതകൾ, എങ്ങനെയൊക്കെയാണത് ഉപയോഗിക്കേണ്ടതെന്നുള്ളത് നോക്കാം. അൽ അൻമാത്ത് വ ജദ്വലുൽ മുഹ്തവിയാത്ത് ഫി ബർനാമിജ് മൈക്രോസോഫ്റ്റ് വേർഡ് ഹുമാ അദവാത്തുൻ മുഹിമ്മ ലിതൻളീമി വ തൻസീഖിൽ മുസ്തനിദാത്ത് ത്വവീല ബിശക്ലിൻ ഇഹ്തിറാഫി. സുദീർഘമായ ഡോക്യുമെൻറ്റുകളെ നല്ല രൂപത്തിൽ ഓർഗനൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രൊഫഷണലായ രൂപത്തിൽ ഓർഗനൈസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാൻ പറ്റുന്ന രണ്ട് ടൂളുകളാണ് ടേബിൾ ഓഫ് കണ്ടൻറ്റും അതുപോലെ തന്നെ സ്റ്റൈൽസും. തുസായിദുൽ അൻമാത്ത് ഫി തത്ബീഖി തൻസീഖാത്തിൻ മുവഹിദ അൽ നുസൂസ്. ഈ സ്റ്റൈൽസ് നമ്മളെ സഹായിക്കുന്നത് ടെക്സ്റ്റ് ഒരേ ഫോർമാറ്റിൽ അപ്ലൈ ചെയ്യാൻ, ടെക്സ്റ്റിൽ ഒരേ ഫോർമാറ്റുകൾ അപ്ലൈ ചെയ്യാനാണ് ഈ സ്റ്റൈൽസ് നമ്മളെ സഹായിക്കുന്നത്. എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു വലിയ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ഒന്നിൽ കൂടുതൽ ഒൻവാനുകൾ, അതിൽ ഹെഡിങ്ങുകൾ ഉണ്ടാകും, അതുപോലെ തന്നെ ധാരാളം പാരഗ്രാഫുകൾ ഉണ്ടാകും. അപ്പോൾ ഈ ഓരോ ഹെഡിങ്ങും ഓരോ പാരഗ്രാഫും പല പല രൂപത്തിൽ പല പല ഫോർമാറ്റിലാവാൻ, അതിൻ്റെ സൈസ് ആവട്ടെ, അതിൻ്റെ ബോൾഡ്നെസ്, അതുപോലെ തന്നെ കളറ്, അല്ലെങ്കിൽ ഫോണ്ട് സ്റ്റൈല്, ഇതൊക്കെ പല രൂപത്തിലാവാനുള്ള സാധ്യതകളുണ്ട്. എന്നാൽ നമ്മൾ കൊടുക്കുന്ന എല്ലാ ഒൻവാനുകളും എല്ലാ ടൈറ്റിലുകളും ഒരേ ഫോർമാറ്റിൽ, ഒരേ ഫോണ്ടിൽ, ഒരേ ഫോണ്ട് കളറിൽ, ഒരേ സൈസിൽ, ഒരേ അലൈൻമെൻറ്റിൽ കിട്ടണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഈ സ്റ്റൈൽസ് ഉപയോഗിക്കാം. അപ്പോൾ അത് നമുക്ക് എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് പഠിക്കാം. അപ്പം ഒൻവാൻ, അതുപോലെ തന്നെ ഫിഖറ, അതുപോലെ തന്നെയാണ് ഫിഖറത്തുകളും. നമ്മൾ ചിലപ്പോൾ അതിൻ്റെ ഫോണ്ട് സൈസ്, അലൈൻമെൻറ്റ് നമ്മൾ ജസ്റ്റിഫൈ ആയിട്ട് കൊടുത്തിട്ടുണ്ടാകും. അപ്പോൾ അത് എങ്ങനെയൊക്കെയാണെന്ന് നമുക്ക് പഠിക്കാം. മിമ്മ യജഅൽ മുസ്തനിദ് മുതനാസിഖൻ വസഹൽ ഖിറാഅത്ത്. ഇങ്ങനെ ചെയ്യുമ്പോൾ ഇവിടെ ഈ അൻമാത്തുകൾ സ്റ്റൈൽസ് അപ്ലൈ ചെയ്യുമ്പം നമുക്ക് ആ ഡോക്യുമെൻ്റ് ഒന്നുകൂടി ഒരു ഫോർമാറ്റിനായിട്ടുള്ള ഒരൊത്തൊരുമയുള്ള അതുപോലെ തന്നെ വായിക്കാനൊക്കെ കുറേ എളുപ്പമുള്ള രൂപത്തിലേക്ക് ആയി മാറാൻ സാധിക്കും. മിൻജിഹത്തിൻ ഉഖ്റ, ഇനി മറ്റൊരു വശത്ത് പറയുകയാണെങ്കിൽ യത്തീഹു ജദ്വലുൽ മുഹ്തവിയാത്ത്, ടേബിൾ ഓഫ് കണ്ടൻറ്റ് നമുക്ക് നൽകുന്നത് ഇൻഷാ ജദ്വലൻ തിൽഖായിൻ യഅറദുൽ അനാവീൻ വ അർഖാം മുസ്തഫ ലിയുസഹ്ഹില തനഖുൽ ദാഖിൽ മുസ്തനദ്. ഒരു ദീർഘമായ ഡോക്യുമെൻ്റ് ചെയ്ത് കഴിയുമ്പം ആ ഡോക്യുമെൻറ്റിനകത്ത് നമുക്ക് പെട്ടെന്ന് നാവിഗേറ്റ് ചെയ്യാൻ, ഓരോ ഹെഡിങ്ങുകളിലേക്ക് അതല്ലെങ്കിൽ ഓരോ പേജിലേക്ക് നമ്മൾ പെട്ടെന്ന് നാവിഗേറ്റ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്നതാണ് ആ ടേബിൾ ഓഫ് കണ്ടൻറ്റ്. അപ്പോൾ ആ ടേബിൾ ഓഫ് കണ്ടൻറ്റ് ജദ്വലുൻ തിൽഖായിയ, ഒരു ഓട്ടോമാറ്റിക് ആയിട്ടുള്ള ടേബിൾ ക്രിയേറ്റ് ചെയ്യാനാണ് ഈ ഒരു ജദ്വലുൽ മുഹ്തവിയാത്ത് നമ്മളെ സഹായിക്കുന്നത്. അപ്പോൾ അതിൽ ഓട്ടോമാറ്റിക് ടേബിൾ ഓഫ് കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യുമ്പം നമ്മൾ നൽകിയിട്ടുള്ള നമ്മുടെ ഇതിൽ വന്നിട്ടുള്ള മുഴുവൻ ഒൻവാനുകൾ അതിൽ വരും. മാത്രമല്ല അർഖാം സഫാദ്, പേജ് നമ്പേഴ്സും അതിൽ വരും. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ഒരു 50 or 100 പേജുള്ള ഒരു ബുക്ക് അല്ലെങ്കിൽ ഒരു വർക്ക്, ആ വർക്കിൽ ഓരോ ഹെഡിങ്ങും എവിടെയാണെന്ന് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ നമുക്ക് ഈ ടേബിൾ ഓഫ് കണ്ടൻറ്റ് സഹായിക്കും. ഖാസതൻ ഫി തഖാരീർ വൽ അബ്ഹാസ്, നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ വലിയ റിപ്പോർട്ടുകളോ അല്ലെങ്കിൽ റിസർച്ചുകളോ ഒക്കെ ചെയ്യുന്ന സമയത്താണ് ഇത് കൂടുതൽ ഹെൽപ്ഫുൾ ആകുന്നത്. യഅ്തമദുൽ ജദ്വൽ അൻമാത്തുൽ മുസ്തഖദിമ. അപ്പോൾ ഈ ഒരു ടേബിൾ ഓഫ് കണ്ടൻറ്റും അതുപോലെ തന്നെ അൻമാത്തും തമ്മിൽ കണക്റ്റഡ് ആണ്. നമ്മൾ നൽകിയിട്ടുള്ള ഇതിൽ യൂസ് ചെയ്തിട്ടുള്ള ഈ അൻമാത്തുകളുണ്ടല്ലോ, ഈ സ്റ്റൈലുകളുണ്ടല്ലോ, ഈ സ്റ്റൈലുകളെയാണ് ടേബിൾ ഓഫ് കണ്ടൻറ്റ് ആശ്രയിക്കുന്നത്. ഈ അൻമാത്തുകളിൽ നമ്മൾ ഹെഡിങ്ങുകൾ, അത് സബ് ഹെഡിങ്ങുകൾ, അതല്ലെങ്കിൽ വീണ്ടും അതിൻ്റെയും സബ് ഹെഡിങ്ങുകളുണ്ടെങ്കിൽ അങ്ങനെ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ഇങ്ങനെ കൊടുത്ത ഹെഡിങ്ങുകൾ മുഴുവനും അതേ രൂപത്തിൽ നമുക്ക് നമ്മുടെ ടേബിൾ ഓഫ് കണ്ടൻറ്റിലേക്ക് ലഭ്യമാകും. അപ്പോൾ സ്വാഭാവികമായിട്ടും യഅ്തമദുൽ ജദ്വൽ അലൽ അൻമാത്തുൽ മുസ്തഖദിമ, ഇതിൽ ഉപയോഗിച്ചിട്ടുള്ള സ്റ്റൈൽസിനെയാണ് ടേബിള് ആശ്രയിക്കുന്നത്, അവലംബിക്കുന്നത്.
مما يجعل استخدام الأنماط خطوة أساسية للحصول على جدول محتويات دقيقة ومنظمة. അപ്പോൾ ഇവിടെ ഈ ടേബിൾ ഓഫ് കണ്ടൻറ്റിലേക്ക് എത്താൻ ആവശ്യമായിട്ടുള്ള ഒരു ബേസിക് സ്റ്റെപ്പാണ് ഈ സ്റ്റൈൽസ് യൂസ് ചെയ്യുന്നതിലൂടെ സംഭവിക്കുന്നത്. വൈലൈക്കൽ ബയാൻ, അതിൻ്റെ വിശദീകരണമാണ് നമ്മളിനി പറയുന്നത്. അതിലെ ഒന്നാമത്തേത് അൽ അൻമാത്ത്, നമ്മൾ നേരത്തെ പറഞ്ഞ സ്റ്റൈൽസ് ആണ്. അൽ അൻമാത്ത് തുസാഇദു അലാ തൻസീഖി നുസൂസ് ബിസുഹൂലത്തിൻ വബിത്വരീഖത്തിൻ മുവഹിദ ഫിൽ മുസ്തനദ്. ഡോക്യുമെൻറ്റിനകത്ത് ഒരേ മെത്തേഡിൽ എളുപ്പത്തിൽ ടെക്സ്റ്റ് ഫോർമാറ്റ് ചെയ്യാനാണ് ഈ അൻമാത്ത് നമ്മളെ സഹായിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരുപാട് പാരഗ്രാഫ് ഒരുപാട് യൂസ് ചെയ്തിട്ടുണ്ടാകും. അതുപോലെ തന്നെ ഹെഡ്ലൈനുകൾ യൂസ് ചെയ്തിട്ടുണ്ടാകും. ഇതിൽ നൽകിയിട്ടുള്ള പാരഗ്രാഫുകൾ മുഴുവനും ഒരേ സ്ട്രക്ചറിൽ, അത് ജസ്റ്റിഫൈഡ് അലൈൻമെൻ്റ് ആയിട്ട് ഇത്ര ഫോൺ സൈസ്, ഇന്ന ഫോണ്ട് ഒക്കെ നമുക്ക് യൂസ് ചെയ്യുമ്പം ഓരോ പാരഗ്രാഫും പോയിട്ട് മാറ്റുന്നതിന് പകരം, അതല്ലെങ്കിൽ നമ്മൾ പലയിടത്തും പല കോപ്പി പേസ്റ്റ് ചെയ്യുന്ന സമയത്ത് പലതും പല ഫോർമാറ്റിലുണ്ടാകും. അപ്പോൾ അങ്ങനെ വരുന്നതിന് പകരം നമുക്ക് ജസ്റ്റ് നമ്മൾ നേരത്തെ ഉപയോഗിച്ചിട്ടുള്ള ഒരു സ്റ്റൈലോട് ക്ലിക്ക് ചെയ്താൽ നമുക്ക് അതിലൂടെ പെട്ടെന്ന് അതിനെ ഫോർമാറ്റ് ചെയ്യാൻ സാധ്യമാകുമെന്നാണ് അതിൻ്റെ ഒരു പ്രത്യേകത. വഹിയ അസാസ്യത്തിന് ഇൻഷാ ജദവലിൽ മുഹ്തവിയാത്ത് ബിഷക്കൽ ദിൽഖായി. ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ടേബിൾ ഓഫ് കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യാനുള്ളൊരു ബേസിക്സ് കൂടിയാണ് ഇത്, ഈ സ്റ്റൈൽസ് എന്ന് പറയുന്നത്. എന്നാൽ ഉസൂലിൽ അൻമാത്ത്, എങ്ങനെയാണ് നമുക്ക് സ്റ്റൈൽസ് കിട്ടുന്നത് എന്ന് നോക്കാം. അതിൻ്റെ സ്റ്റെപ്സാണ് പറയുന്നത്. ഇൻതഖലില അലാമത്ത് തബീബ് അസഫത്ത് റൈസിയ. ഹോം ടാബിലാണ്, നമ്മുടെ മെനു ബാറിലെ ഹോം ടാബിലാണ് സ്റ്റൈൽസ് അവൈലബിൾ ആയിട്ടുള്ളത്. നമുക്ക് ഈ ഒരു പിക്ചറിൽ നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും. ഹോം ടാബിൽ നമുക്ക് സ്റ്റൈൽസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷന് ഇവിടെ കാണുന്നുണ്ട്. ഫി മജ്മുഅത്തുൽ അൻമാത്ത്. അപ്പോൾ ഈ സ്റ്റൈൽസ് ഗ്രൂപ്പിൽ നമ്മൾ ക്ലിക്ക് ചെയ്താൽ, അതല്ലെങ്കിൽ അത് നോക്കിക്കഴിഞ്ഞാൽ തജിദു ഖായിമത്തുൻ ബിൽ അൻമാത്ത് അൽ ജാഹിസ, അതിൽ അവൈലബിൾ ആയിട്ടുള്ള ചില സ്റ്റൈൽസ് കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ നോർമൽ, നോ സ്പേസ്, ഹെഡിങ് 1, ഇനി ഇതിൻ്റെ ആരോ മാർക്ക് ക്ലിക്ക് ചെയ്താൽ നമുക്കതിൽ കൂടുതൽ സ്റ്റൈലുകൾ കാണാൻ പറ്റും. അതാണ് ഇവിടെ ഒരുപാട് സ്റ്റൈലുകൾ കാണുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ പാരഗ്രാഫിലേക്ക് ഉദാഹരണത്തിന് ഇവിടെ ഈ ഒരു ഹെഡ്ലൈൻ അൽ-ലുഗത്തുൽ അറബിയ എന്നൊരു ഹെഡ്ലൈനിലേക്ക് ഇവിടെ ഹെഡിങ് 1 എന്ന് പറയുന്ന ഒരു സ്റ്റൈൽ അപ്ലൈ ചെയ്തു. അപ്പോൾ അതിൻ്റെ കളറ് മാറി, ഫോൺ സൈസ് മാറി. അപ്പോൾ ഇവിടെ കണ്ടോ ഹെഡിങ്ങിലേക്ക് ഇത് വന്നു. ഇനി താഴെ പോയിട്ട് നമുക്ക് മറ്റൊരു പദം കൂടി ഇവിടെ അൽ-അസ്റുൽ ഹദീസ് കിടക്കുന്നുണ്ട്, അതും നമുക്ക് ഹെഡിങ് ആക്കി വെക്കാം. ഓക്കെ, അപ്പം അതും നേരത്തെ പറഞ്ഞ് അതിൻ്റെ ഫോൺ സൈസൊക്കെ നമുക്കിവിടെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അത് ഈ രൂപത്തിലേക്ക് അത് മാറി. ഓക്കെ, സ്വാഭാവികമായിട്ടും അതിവിടെ ഹെഡിങ്ങിലേക്ക് ഇവിടെ വരികയും ചെയ്തു. അപ്പോൾ നമുക്ക് പെട്ടെന്ന് നാവിഗേറ്റ് ചെയ്യാൻ സുഖമാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ മിസൽ ഉൻവാൻ വാഹിദ് അൽ ഉൻവാൻ സാനി വഗൈരിഹ, അപ്പോൾ ഇങ്ങനെയുള്ള ധാരാളം സ്റ്റൈലുകൾ നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഓരോന്നിനും പറ്റിയുള്ള സ്റ്റൈലുകൾ. ഇതൊക്കെ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. ഈ തത്ബീഖുൽ അൻമാത്ത്, ഈ സ്റ്റൈൽസ് എങ്ങനെ അപ്ലൈ ചെയ്യാമെന്ന് നോക്കാം. ഹദ്ദിദ് അന്നസ് ലദീ തുരീദു തൻസീഖ്. നമ്മൾ ഫോർമാറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ടെക്സ്റ്റ് നമ്മൾ സെലക്ട് ചെയ്യുന്നു. എന്നിട്ട് ഇഖ്തർ അന്നംതുൽ മുനാസിബ്, ഇതിലേക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു സ്റ്റൈല് നമ്മൾ ക്ലിക്ക് ചെയ്യാം. മിൻ മജ്മുഅത്തുൽ അൻമാത്ത്, ഈ ഒരു സ്റ്റൈൽസ് ഗ്രൂപ്പിൽ നിന്ന്. അപ്പോൾ ഇവിടെ നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത് പാരഗ്രാഫാണ്. അപ്പോൾ പാരഗ്രാഫിലേക്ക് നമ്മൾ ഹെഡിങ് കൊടുത്താൽ ഈ ഹെഡിങ്ങിൻ്റെ രൂപത്തിലേക്ക് വരും. പക്ഷേ നമ്മളതിന് പകരം എന്ത് ചെയ്യുന്നു, അത് നോർമൽ കൊടുക്കുമ്പം ഇവിടെ നിങ്ങൾക്ക് ഇതിൻ്റെ മാറ്റം മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടാകും. മറ്റുള്ള പാരഗ്രാഫിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇതിൻ്റെ ഫോണ്ട് മാറി, ഫോൺ സൈസ് മാറി, ഇതിൻ്റെ അലൈൻമെൻറ്റ് മാറി. ഇത് ജസ്റ്റിഫൈഡ് അലൈൻമെൻറ്റാണ് വന്നിട്ടുണ്ട്, ഇതങ്ങനെയായിട്ടില്ല അല്ലേ. ഈ രണ്ട് പാരഗ്രാഫിൽ നിന്നുള്ള മാറ്റം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. നമ്മൾ ജസ്റ്റ് ഒന്ന് എല്ലാ പാരഗ്രാഫും ഈ രൂപത്തിലേക്ക് മാറ്റി നോക്കാം. ഒക്കെ നോർമൽ കൊടുത്ത് നോക്കാം, ഒക്കെ അതിലേക്ക് മാറി. ഓക്കെ, ഇനി ഇവിടെ നമ്മൾ ഒരു അസ്റുൽ ഹദീസ് ഹെഡിങ് കൊടുത്തിരുന്നു, അതിനെ നമ്മൾ ഹെഡിങ് ആക്കി തന്നെ മാറ്റി വെച്ചാൽ ഇത് ഈ രൂപത്തിലായി. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇനി തഅദീലുൽ അൻമാത്ത്, ഈ സ്റ്റൈൽസ് നമുക്ക് ഇതിൽ ഡിഫോൾട്ടായിട്ടുള്ള സ്റ്റൈൽസാണ് ഈ കാണുന്നതൊക്കെ. പക്ഷെ നമുക്ക് നമ്മുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച്, അതല്ലെങ്കിൽ നമ്മുടെ അറിവിനനുസരിച്ച് നമുക്ക് അതിനെ മോഡിഫൈ ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്, എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. അത് നമ്മൾ ചെയ്യേണ്ടത് ഇൻഖർ ബിസുറിൽ ഐമൻ ലിൽ ഫഅറത്തി അലൻ നംത് അല്ലതി തുരീദു തഅദീലി. നമ്മൾ എഡിറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സ്റ്റൈലിൻ്റെ മേലെ കേഴ്സർ വെച്ചുകൊണ്ട്
മൗസിൻ്റെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. മൗസിൻ്റെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പം അവിടെ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് വരുന്നുണ്ട്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് മോഡിഫൈ കാണാൻ പറ്റും. ഇഖ്തർ തഅദീൽ, അതിലെ മോഡിഫൈ നമ്മൾ സെലക്ട് ചെയ്യാം. ഇപ്പോൾ ഇവിടെ ഞാൻ സെലക്ട് ചെയ്യുന്നത് നമ്മൾ ഈ ലുഗത്തുൽ അറബിയക്ക് കൊടുത്തിട്ടുള്ള ഹെഡിങ് 1 എന്നുള്ള സ്റ്റൈലാണ് അല്ല. അതിൻ്റെ റൈറ്റ് ബട്ടൺ ഞാൻ ക്ലിക്ക് ചെയ്ത് അതിനെ മോഡിഫൈ ചെയ്തു. ഇനി അതിലേക്ക് ഞാൻ ഇങ്ങനെ കണക്കാക്കുന്നത് ഇതിൻ്റെ ഫോണ്ട് മാറ്റണം. അപ്പോൾ നമുക്ക് ഒരു ഹെഡിങ്ങിൽ കൊടുക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു ഫോണ്ടാണ് ജന്ന LT. അതെടുത്തു. അതിൻ്റെ 22 സൈസ് എടുത്തു. നമുക്ക് ഹെഡിങ് ആകുമ്പോൾ ബോൾഡ് ആവണം. അതുപോലെ തന്നെ അലൈൻമെൻറ്റ് സെൻട്രൽ അലൈൻമെൻറ്റിലേക്ക് വരണം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമ്മൾ സെൻട്രൽ അലൈൻമെൻറ്റും അതിന് കൊടുത്തു. ഇനി ഇങ്ങനെ നമുക്ക് ജസ്റ്റ് അതിൻ്റെ കളറ് മാറ്റിയിട്ട് നമുക്കൊരു റെഡാക്കി മാറ്റം ചെയ്യാം. 2 ഓപ്ഷൻ, ലാറ്റിൻ കോംപ്ലക്സ് അതുപോലെ തന്നെ ഓൾ സ്ക്രിപ്റ്റ് എന്ന് കൊടുത്തിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. നമ്മൾ അറബിയിൽ ചെയ്യുന്നതുകൊണ്ട് എപ്പോഴും ഈ ഓൾ സ്ക്രിപ്റ്റ് കൊടുക്കുന്നതാണ് ഉചിതം. ഓക്കെ, അപ്പോൾ ഇവിടെ ബോൾഡ് നമ്മൾ നൽകി, സെൻട്രൽ അലൈൻമെൻറ്റ് ചെയ്തു. അങ്ങനെ ഈ മാറ്റം നമുക്കിവിടെ അവരൊരു പ്രിവ്യൂ നൽകുന്നുണ്ട് ഇവിടെ ചെയ്യുമ്പോൾ. ഓക്കെ, ഇതിലേക്ക് വരുമ്പോൾ മാറിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ നേരത്തെ നമ്മൾ ഈ ഒരു അസ്റുൽ ഹദീസിൽ നമ്മൾ ഇതേ ഹെഡിങ് അല്ലെങ്കിൽ ഇതേ സ്റ്റൈൽ നമ്മൾ അപ്ലൈ ചെയ്തിരുന്നു. അപ്പോൾ നമ്മളിവിടെ എഡിറ്റ് ചെയ്തപ്പം അതിലും ആ മാറ്റം സംഭവിച്ചു. പിന്നെ നമ്മൾ ഓരോന്നിനും മാറ്റണ്ട. ഇനിയിപ്പോൾ ഇതുപോലെ തന്നെ പാരഗ്രാഫിൻ്റെ നമ്മൾ പോയിട്ട് ഈ നോർമലായിരുന്നു, ആ നോർമൽ നമ്മൾ എഡിറ്റ് ചെയ്യുന്നു. നോർമൽ എഡിറ്റ് ചെയ്യാൻ നമ്മൾ മോഡിഫൈയിൽ പോയിട്ട് ഇവിടെ ആ സ്ക്രിപ്റ്റ് കൊടുക്കണം. ടൈംസ് ന്യൂ റോമൻ കൊടുത്തു. ഓക്കെ, അപ്പോൾ എല്ലാം ടൈംസ് ന്യൂ റോമനിലേക്ക് മാറിയിട്ടുണ്ട്. ഈ രൂപത്തിൽ നമുക്ക് സ്റ്റൈൽ നൽകുമ്പോൾ ഒരുപാട് മാറ്റങ്ങൾ വരുത്താൻ പറ്റും. നമുക്ക് നമ്മുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ചുള്ള മാറ്റങ്ങൾ അതിൽ കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ ഖും ബിതഗയീരിൽ ഖത്ത് അൽ ഹജ്ം വല്ലൗൻ വൽ മുഹാദാത്ത് വഗൈരിഹ. അപ്പോൾ നമുക്കതിൽ അതിൻ്റെ ഫോണ്ട് മാറ്റാം, ഫോണ്ട് സൈസ് മാറ്റാം, അതിൻ്റെ കളറ് മാറ്റാം, അൽ മുഹാദാത്ത് അതിൻ്റെ അലൈൻമെൻറ്റ് മാറ്റാം വഗൈരിഹ. അതുപോലുള്ള എന്തെല്ലാം ഓപ്ഷൻ, എന്തെല്ലാം കാര്യങ്ങൾ ടെക്സ്റ്റിലേക്കും പാരഗ്രാഫിലേക്കും അപ്ലൈ ചെയ്യാൻ പറ്റുമോ അതൊക്കെ നമുക്ക് മാറ്റാം. തുമ്മ അൽഗത്ത് മുവാഫിഖ്, പിന്നീട് നമുക്ക് ഇവിടെ കാണിച്ച പോലെ ഓക്കെ ക്ലിക്ക് ചെയ്താൽ, ഈ പറയുന്ന ഓക്കെ ക്ലിക്ക് ചെയ്താൽ ആ മാറ്റം വരും. അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതാണ്, നമ്മൾ അറബിയിലേത് ചെയ്യുമ്പം നമുക്ക് എപ്പോഴും ഇവിടെ ഈ ഒരു ലാറ്റിൻ എന്നുള്ളത് നമുക്ക് മാറ്റിയിട്ട് ഓൾ സ്ക്രിപ്റ്റിലേക്ക് അത് മാറ്റിയാലാണ് നമുക്ക് അതിൻ്റെ അറബിയിലാകുമ്പോൾ അത് ലഭ്യമാകുകയുള്ളൂ. ഓക്കെ, ഇനി ഇൻഷാ അൻമാത്തുൻ മുഖസ്സ. ഇനി കസ്റ്റമൈസ് ചെയ്തിട്ട് നമുക്കൊരു സ്റ്റൈല്, ഇതിൽ നമ്മൾ ഡിഫോൾട്ടായിട്ട് കാണുന്ന ഒരുപാട് സ്റ്റൈൽ ഉണ്ടെങ്കിൽ പോലും ഇതിലില്ലാത്ത പുതിയൊരു സ്റ്റൈൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിലുള്ള ഓപ്ഷൻ ഇതിലുണ്ട്. ഇഫ്തഹ് ലൗഹത്തുൽ അൻമാത്ത് ബിന്നഖ്റ അല സഹ്മു സഗീർ. ഇവിടെ നമുക്ക് കാണുന്ന ഈ ഒരു ചെറിയൊരു ആരോ, ഈ ഒരു ചെറിയ ആരോയിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. അസ്ഫല മജ്മുഅത്തുൽ അൻമാത്ത്, ഈ മജ്മുഅത്തുൽ അൻമാത്തിൻ്റെ ഏറ്റവും താഴ്ഭാഗത്തുള്ള ഈ ഒരു ആരോ മാർക്ക് നമ്മൾ ക്ലിക്ക് ചെയ്യുക. ഇൽഗത്ത് അല നംതിൻ ജദീദ്, ഇതിൽ കാണുന്ന ന്യൂ സ്റ്റൈൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക. ആ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കവിടെ പുതിയൊരു ബോക്സ് വരും. ഖും ബിതസ്മിയത്തിൻ നംതിൻ ജദീദ്, നമ്മൾ ഈ ഒരു സ്റ്റൈലിന് പുതിയ ഒരു പേര് നമുക്കവിടെ കൊടുക്കാം. ന്യൂ സ്റ്റൈൽ എന്നൊരു പേര് കൊടുക്കാം. അതിൻ്റെ പാരഗ്രാഫാണോ അതല്ലെങ്കിൽ ക്യാരക്ടറാണോ ടേബിൾ എന്താണ് അതിൻ്റെ ഉദ്ദേശം എന്ന് നമുക്ക് കൊടുക്കാം. തൽക്കാലം പാരഗ്രാഫ് കൊടുക്കാം. അത് ബേസ്ഡ് ഓൺ ഏതിനെ ബേസ് ചെയ്തിട്ടാണ്. ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ ടൈറ്റിൽ പുതിയൊന്ന് ബേസ് ചെയ്തിട്ട് കൊടുക്കാം. അപ്പോൾ അവിടെ ഈ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരു പുതിയൊരു കൈറോ ബ്ലാക്ക് എന്നുള്ള പുതിയൊരു ഫോണ്ട് കൊടുത്ത് സെറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് പുതിയ ഒന്ന് നമ്മൾ കൊടുത്തപ്പോൾ ഈ രൂപത്തിൽ അത് മാറി. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഈ ഒരു ഹെഡിങ്ങിനെ നമുക്ക് മാറ്റിയിട്ട് ഇതാണ് ഇത് കൊടുക്കുമ്പോൾ അവിടെ മാറിയിട്ടുണ്ട്. ഇങ്ങനെ നമുക്ക് പുതിയ സ്റ്റൈലുകളും ഇതിൽ ക്രിയേറ്റ് ആവുന്നതാണ്. അപ്പോൾ അവിടെ നമുക്ക് കുമ്പി തസ്മിയത്തുൻ നംതുൽ ജദീദ് വഹദ്ദിദ് തൻസീഖത്തുൽ മുനസ്ബ, അനുയോജ്യമായ ഫോർമാറ്റുകളൊക്കെ അവിടെ നമുക്ക് യൂസ് ചെയ്യാം. നൗ ഉൽ ഖത്ത് ഫോണ്ട് സ്റ്റൈല്, വല്ലൗന് അതിൻ്റെ കളറ്, വൽ മുഹാദാത്ത് അതിൻ്റെ അലൈൻമെൻറ്റും ഒക്കെ ക്ലിയർ ചെയ്യാം. അപ്പോൾ ഇതിൽ അലൈൻമെൻറ്റ് നോക്കേണ്ടത് ഇവിടെയാണ്. നമുക്ക് അലൈൻമെൻറ്റ് ഇവിടെ സിമ്പിളായിട്ട് ഇവിടെ കാണുന്നുണ്ട്. ഇനി അതിൻ്റെ കൂടുതൽ ഓപ്ഷനുകൾ ലഭ്യമാണെങ്കിൽ ഈ ഫോർമാറ്റിൽ പോയാൽ ഓരോന്നിനും ഫോണ്ടിന് അപ്ലൈ ചെയ്യേണ്ടത്, പാരഗ്രാഫിന്, സ്റ്റാബിന്, ഇങ്ങനെ തുടങ്ങി ഓരോന്നിനും അപ്ലൈ ചെയ്യേണ്ട കാര്യങ്ങൾ അവിടെ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് അൻമാത്തിൽ നമുക്ക് പഠിക്കാനുള്ളത്.